തലവൂർ ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 2ാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വിശിഷ്ട അതിഥിയായി എത്തി കേഡറ്റുകളുടെ പരേഡ് സല്യൂട്ട് സ്വീകരിച്ചു. ഇന്ന് സ്റ്റുഡൻസ് പോലീസിൽ അംഗമായി ഈ പരേഡിന് മനോഹരമായ പരേഡിൽ പങ്കെടുത്ത പ്രിയമുള്ള കുഞ്ഞുമക്കളെ, നാട്ടുകാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, തലവൂർ ദേവിവിലാസം HSSന്റെ ഏറ്റവും പുതിയ ഒരു നീക്കമാണ് ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. ഒരു സ്കൂളിൻ്റെ അഭിമാനകരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലൊരു പദ്ധതി നമുക്ക് ലഭിക്കുകയും ആ പദ്ധതി വിജയകരമായി കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുന്ന ആദ്യത്തെ പാസിംഗ് ഔട്ട് പരേഡ് നടക്കുക വളരെ അഭിമാനമുള്ള മുഹൂർത്തമാണ്. നമ്മുടെ മക്കളെ ഏറ്റവും അച്ചടക്കമുള്ളവരായി വളർത്തണമെന്ന് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നു. ആ അച്ചടക്കത്തിൻ്റെ ശീലങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് സ്റ്റുഡൻസ് പോലീസ്, NCC തുടങ്ങിയ സേനാ വിഭാഗങ്ങളുടെ ഒരു സഹകരണം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും രാജ്യത്തിലെ അച്ചടക്കവും എല്ലാം നിലനിർത്തുന്ന, രാജ്യസ്നേഹം നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനമാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം. ഈ സംവിധാനം ഉണ്ടായത് കേരളത്തിൻ്റെ അഭിമാനമായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹമാണ് ജനമൈത്രി പോലീസ് എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരിക്കാൻ വന്ന മറ്റൊരു പരിഷ്കാരമാണ് സ്റ്റുഡൻസ് പോലീസ് എന്ന് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങളിൽ തന്നെ നിയമത്തെക്കുറിച്ചുള്ള അവബോധവും അതോടൊപ്പം നിയമം അനുസരിക്കേണ്ടതിൻ്റെ മാന്യതയുടെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുകയും സഹപാഠികളെ ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ, സ്കൂളിലെ മുഴുവൻ കുഞ്ഞുങ്ങളെയും ആ വഴിയിലേക്ക് നയിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ഓരോരുത്തരും പോലീസ് ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അച്ചടക്കത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും എല്ലാം ബോധവാന്മാരും ബോധവതികളാകുമ്പോൾ നിങ്ങൾ ഈ സഹപാഠികൾക്ക് കൂടി അത് പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങളിൽ വളർത്തിയെടുക്കുകയാണ്. നേതൃത്വ പാഠവമാണ് ഇതിലൂടെ നിങ്ങൾ നേടുന്നത്. മറ്റു കുഞ്ഞുങ്ങളെയും നിയമം അനുസരിക്കുന്നവരും നിയമം അനുസരിക്കുന്നതാണ് മാന്യത എന്ന് ചിന്തിക്കുന്നവരുമായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ സ്കൂളിൽ മാത്രമല്ല, നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അയൽവക്കത്തും ചുറ്റുപാടുമൊക്കെ നടക്കാൻ സാധ്യതയുള്ളതുമായ ക്രിമിനൽ പ്രവർത്തനങ്ങളെ നിങ്ങൾ കാണുകയും അതനുസരിച്ച് അതിനെതിരെ നിങ്ങൾ പോലീസിൽ വിവരം അറിയിച്ചുകൊണ്ട് പ്രതികരിക്കണം. അല്ലാതെ നിങ്ങൾ അവിടെ ഒരു പ്രതികരണം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ നിയമവിരുദ്ധമായ ഒരു കാര്യം നടക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് പരിചിതരായ നിങ്ങളുടെ ഓഫീസർമാരെ, പോലീസ് ഓഫീസർമാരെ, നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നവരെ നിങ്ങൾ അറിയിക്കുക, ഇങ്ങനൊരു അപകടം സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ അവരതിനുള്ള മുൻകരുതൽ എടുക്കും. അപ്പോൾ അതൊക്കെയാണ് സ്റ്റുഡൻസ് പോലീസിന് സമൂഹത്തിനോട് ചെയ്യാനുള്ളത്. സ്കൂളിൽ അച്ചടക്കം, നിങ്ങളുടെ ജീവിതത്തിൽ അച്ചടക്കം എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ നടക്കാൻ ഒരു ഏറ്റവും കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ചില ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ, അവരുടെ പെരുമാറ്റങ്ങൾ, ചിലർ മദ്യപിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പോലീസിനെ അറിയിക്കാൻ നിങ്ങൾ കഴിയും. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്റ്റുഡൻസ് പോലീസ് ഒരു കേഡറ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് അറിയിക്കാൻ കഴിയും. അത്തരം തെറ്റുകളെ നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളായിട്ട് എതിർക്കുന്നതിന് പകരം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചുകൊണ്ട് അവർ ആ സ്ഥലത്ത് വന്ന് പരിശോധിച്ച് അതിന് പരിഹാരം കാണാനുള്ള ഏർപ്പാട് ചെയ്യും. വളരെ നല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു പരിഷ്കാരമാണ് സ്റ്റുഡൻസ് പോലീസ് എന്ന് പറയുന്നത്. PTA പ്രസിഡന്റ് ആർ രാധാകൃഷ്ണപിള്ള പാസിംഗ് ഔട്ട് പരേഡ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റർ C രാജി, സ്കൂൾ മാനേജർ T പ്രഭാകരൻ, തൃക്കുന്നമർകോട് ദേവസ്വം പ്രസിഡന്റ് SK ബിനുകുമാർ, റൂറൽ ADNO KS വിജയകുമാർ, കുന്നിക്കോട് SHO KG ഗോപകുമാർ, കുന്നിക്കോട് പോലീസ് സബ് ഇൻസ്പെക്ടർ V ഗംഗാപ്രസാദ്, കൊല്ലം റൂറൽ റിട്ടയർഡ് ADNO T രാജീവ്, DVHSS പ്രിൻസിപ്പാൾ R മഹേശ്വരി, VHSE പ്രിൻസിപ്പാൾ B രഞ്ജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി CS സുരേഷ് കുമാർ, കുന്നിക്കോട് പോലീസ് സ്റ്റേഷൻ CPO ബിനു M തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.